ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാലപ്പമാണ്. നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. പാലപ്പം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ ഞാൻ 1/2 കിലോ പച്ചരി ഒരു 3 മണിക്കൂർ കുതിർത്ത് എടുത്താണ് അതെടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ ചുരണ്ടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ചെറിയ ഈസ്റ്റാണ് നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന വലിയ ഈസ്റ്റാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഉപ്പ് നമുക്ക് ആവശ്യത്തിന്. ഇനി നമുക്ക് ഈ അരിയും തേങ്ങയും ഈസ്റ്റും കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം. ആദ്യം നമുക്ക് പകുതി അരിയിട്ട് അതിൻ്റെ കൂടെ തേങ്ങയും ചേർത്ത് ഈസ്റ്റ് കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. നമുക്ക് മിക്സിയിലിട്ട് നല്ലപോലെ ഇത് അരച്ചെടുക്കാം. നമ്മുടെ മാവ് നല്ലപോലെ അരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം മാവിന്. തീരെ അങ്ങ് വെള്ളമാകരുത്. ഇനി നമുക്ക് ബാക്കിയുള്ള അരി അരച്ചെടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് അരി മാത്രമുള്ള ഇന്ന് കുറച്ച് നമുക്ക് കപ്പി കാച്ചുന്നതിന് നമുക്ക് എടുത്ത് മാറ്റി വെക്കില്ല. 2 ടേബിൾ സ്പൂൺ ഇതിൽ അരപ്പിൽ നിന്ന് അരച്ചതിൽ നിന്ന് മാറ്റി വെച്ചാൽ മതി. നമ്മുടെ അരി മാത്രം അരച്ച മാവാണ്. അതിൽ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമുക്ക് കപ്പി കാച്ചുന്ന അല്ലെങ്കിൽ പാവ് കാച്ചുന്നതിനുള്ളത്. എന്നിട്ട് ബാക്കി നമുക്ക് ഇച്ചിരി വെള്ളം കൂടി ചേർത്ത് നമ്മുടെ ഈ മിക്സിയിലുള്ള മാവെല്ലാം കൂടെ വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഇതിനകത്തിലിട്ട് ഒഴിക്കാം. ഈ മാവ് കൂടെ നമുക്ക് ബാക്കിയുള്ള മാവ് നമുക്ക് ആ കലത്തിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യും. ഇനി നമുക്ക് ആ മിക്സിയിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മുടെ ഈ അരിമാവ് എടുത്ത് വെച്ചേക്കുന്നതിനകത്തോട്ട് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാരയും കൂടെ ചേർത്ത് നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പ് വെച്ച് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് വളരെ ചെറിയ തീയിൽ ഏറ്റവും സിമ്മിലിട്ടിട്ട് നമുക്കിത് ചെറുകെ കട്ട കെട്ടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇത് കട്ടിയാകുന്നിടം വരെ. നമ്മൾ കപ്പി കാച്ചുക അല്ലെങ്കിൽ പാവ് കാച്ചുക എന്നൊക്കെ പറയും. കൊഴുത്ത് വരുന്നുണ്ട്. കട്ട കെട്ടാതെ നമ്മൾ നല്ലോണം ഇളക്കണം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി കപ്പി കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം മാവിൽ ഇളക്കി നമുക്കൊരു 7-8 മണിക്കൂർ നമുക്ക് വെച്ചേക്കാം. നമ്മൾ പാവ് കാച്ച് നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മാവുമായിട്ട് നല്ലപോലെ ചേർത്ത് ഇളക്കി വെക്കണം. നമ്മൾ ഈ മാവ് കാക്കി വെക്കുമ്പോൾ ഒരു വലിയ പാത്രത്തിൽ വെക്കണം. കാരണം ഇത് പൊങ്ങി വരും. അതുകൊണ്ട് അല്പം വലിയ പാത്രത്തിൽ വേണം നമ്മൾ ഒഴിച്ച് വെക്കാൻ. ചൂടുകാലമാണെങ്കിൽ നമുക്കൊരു 6 മണിക്കൂർ മതി, അല്ലെങ്കിൽ ഒരു 7-8 മണിക്കൂർ മാവിരിക്കണം. നമ്മുടെ മാവ് ശരിയായി വന്നിട്ടുണ്ട്. നമുക്ക് രാവിലത്തേക്ക് ഉള്ള മാവിന് തലേദിവസം അരച്ച് വെച്ചാൽ നല്ലതായിരിക്കും. നല്ല സോഫ്റ്റായിട്ട് മാവ് ശരിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പിട്ട് നല്ലവണ്ണം നമുക്കൊന്ന് ഇളക്കാം. ഇച്ചിരി കട്ടിയാണെങ്കിൽ നമുക്കൊരല്പം പാലൂടെ, ഇതിപ്പോൾ ഇച്ചിരി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്, ഒരല്പം പാലൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് മാവ് കിട്ടും. നമ്മൾ അരയ്ക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഒരുപാട് വിളഞ്ഞ തേങ്ങ ഉപയോഗിക്കരുത്. കാരണം ഉണങ്ങിയ തേങ്ങ ഉപയോഗിക്കരുത്. അല്പം എളുപ്പം തേങ്ങ ആയിരിക്കും അപ്പത്തിന് നല്ലത്. അതുപോലെ അരച്ച് വെക്കുന്നൊരു വലിയ പാത്രത്തിലായിരിക്കണം. നല്ലപോലെ പൊങ്ങി വരും. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അടുത്തായിട്ട് ഞാൻ സ്റ്റൗ കത്തിച്ചു. ഒരു കട്ടിയുള്ള ചീനിച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോൺ സ്റ്റിക്ക് അപ്പച്ചട്ടി ഉണ്ടാകും. അത് ആണെങ്കിൽ അതായിരിക്കും നല്ലത്. ഇതിലേക്ക് അല്പം എണ്ണ തേച്ച് കൊടുക്കാം. അപ്പച്ചട്ടി നോൺ സ്റ്റിക്കിൻ്റെ ആണെങ്കിൽ നമുക്ക് എണ്ണ തേക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് എണ്ണ ആയി പോകരുത്, ചുരുണ്ട് വരും. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക്
മാവ് ഒഴിക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് കറക്കി വെക്കാം. ഇനി നമുക്കൊന്ന് അടച്ചു വെക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ഇവിടെ പാലപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതെടുക്കാം. പാലപ്പം റെഡി ആയിട്ടുണ്ട്.